ലോകം എമ്പാടുമുള്ള മലങ്കര സഭാംഗങ്ങൾക്ക് സുപരിചിതമാണ്. ഒരുപക്ഷെ എന്നേക്കാൾ ബഹുമാനപ്പെട്ട അച്ഛനെ പരിചയമുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദമായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ പരിചയപ്പെടുത്തുന്നത് അസ്ഥാനത്തായിരിക്കും. എന്നിരുന്നാൽ തന്നെ ഇടവക വികാരി എന്നുള്ള നിലയിൽ വളരെ ചുരുക്കമായി പറഞ്ഞ് കൊണ്ട് ഞാൻ അവസാനിക്കും. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ മലങ്കര സഭയിലെ സ്വർണ്ണ നാവുകാരൻ എന്ന അപര നാമധേയത്താൽ അറിയപ്പെടുന്ന മാന്യ വ്യക്തിയാണ്. ശമാശനായിരുന്ന കാലം മുതൽ സഭയിലെ കൺവെൻഷൻ പന്തലിൽ നിറഞ്ഞു നിന്നിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർത്തഡോക്സ് സെമിനാരിയിൽ ഏറ്റവും ദീർഘകാലം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. അച്ഛൻ വാസ് പ്രൊഫസർ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ഓഫ് ദി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ഫോർ നിയർലി 60 years. പരിശുദ്ധ ബാവ തിരുമേനി, ഇപ്പോഴത്തെ പ്രസിഡന്റ് പൗലോസ് ബാവ തിരുമേനി, several bishops and priests are Achan's former students. Srinagar University awarded Achan with an honorary doctorate in recognition of his extensive service and excellence in the field of theological and biblical studies. നമ്മുടെ സഭയിലെ കഴിഞ്ഞ 4 ഭാവങ്ങളുടെ പ്രീതിയും വാത്സല്യവും ആർജിക്കുവാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. സഭയിലെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ ശിഷ്യന്മാരാണ് ഇന്ന് സഭയിലെ അനേക ശതം വൈദികർ. പുതിയ നിയമത്തിന്റെ പ്രൊഫസർ ആയിരുന്നു എങ്കിലും ക്രൈസ്തവ വേദശാസ്ത്രം വ്യക്തമായി ചിന്തിക്കുവാനും സുവ്യക്തമായി അവതരിപ്പിക്കുവാനുമുള്ള പ്രത്യേക പാഠവത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛന്റെ പ്രഭാഷണങ്ങളും റേഡിയോ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും TV അപ്പിയറൻസ്, ആത്മീയ യാത്ര, ഷാലോം TV, അതോടൊപ്പം തന്നെ 2 ദശാബ്ദമായി മലയാള മനോരമയിൽ എഴുതി വരുന്ന ഇന്നത്തെ ചിന്താവിഷയം എന്ന ഭക്തിയും എല്ലാവരും അഭിനന്ദിക്കപ്പെടുന്നവയാണ്. ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവർ പോലും അഭിനന്ദിക്കുന്നവയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ ബൈബിൾ ക്ലാസും കൗൺസിലിംഗ് സംബന്ധമായ പഠിപ്പിക്കലും തകർന്ന കുടുംബങ്ങളെയും അകന്ന വ്യക്തിബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ളതും സവിശേഷതയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഈടുറ്റവയും വളരെ വേഗം വിറ്റഴിഞ്ഞു പോകുന്നവയാണ്. എഴുത്തുകാരൻ, ചിന്തകൻ, വേദവ്യാഖ്യാതാവ്, കൗൺസിലിംഗ് വിദഗ്ധൻ തുടങ്ങിയ അനേക മണ്ഡലങ്ങളിൽ ഇന്ത്യയിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പാഷൻ വീക്ക് സർവീസിലേക്ക് നമുക്ക് ലഭിച്ചത് ഇടവകയുടെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ സഭയിലെ തിരക്കേറിയ പ്രവർത്തനങ്ങൾക്കിടയിലും സാമൂഹിക സഭാ പ്രവർത്തനങ്ങൾക്കിടയിലും നമ്മുടെ കൊച്ചു ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് സമയത്ത് തന്നെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛനെ ഇടവകയുടെ നാമത്തിൽ ആർത്തവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്നത്തെ ഈ റിട്രീറ്റിൽ ഈ ഇടവകയിലെ അംഗങ്ങൾ മാത്രമല്ല, മറ്റ് സഭാവിഭാഗത്തിൽപ്പെട്ടവരും സംബന്ധിക്കുന്നുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഞാൻ
ആർദ്രവും ചെയ്യുന്നു. We are very fortunate in having Joshua Achan for these passion big services for our parish. I pray that Achan's prayers and sermons during these days bring spiritual renewal and God's blessings to members of our parish and others. Now, I humbly call upon Joshua Achan to lead the retreat. Thank you. തന്നെ നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷത്തേക്ക് കർത്തസ്ഥാനത്ത് നമ്മോട് ഓർത്തുകൊണ്ട് തന്റെ ആശീസ്സുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനായ കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്നു ചേർന്ന് തൃപ്പാദത്തിലിരിക്കുന്ന ഞങ്ങളെ ദുഃഖന്മാർക്കണം. അവിടുത്തെ ആണിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിലേക്ക് നീട്ടിക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ഞങ്ങളെക്കാൾ അധികമായി ഞങ്ങൾ അറിയുന്നതും പിന്നെ അവിടുന്ന് അറിയുന്നു. വ്യക്തികളായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നോക്കിക്കാണുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നാഥ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവലി ഞങ്ങളിലേക്ക് പകരണമേ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകൾ എന്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം ഞങ്ങൾക്ക് പ്രസാദകരവുമായിരിക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ഈ ഇടവകയിൽ എനിക്ക് പരിചയമുള്ള അനേകരുണ്ട്. എന്നെ പരിചയമുള്ളവർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അനേകരുണ്ട്. ഈ ഒരാഴ്ചക്കാലം നിങ്ങളോടൊപ്പം ചെലവിടുവാൻ വെക്കണമെന്ന് ദൈവം എനിക്ക് അവസരം നൽകിയത് ഓർത്ത് നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. The children will appreciate my talking in English, so I will combine English and Malayalam. ഇന്നത്തെ ശനിയാഴ്ച, ഈ ശനിയാഴ്ച ഒരു പ്രത്യേകത നിങ്ങൾ ഓർക്കുമോ എന്നെനിക്കത് അറിയില്ല. നമ്മൾ സഭാപരമായി കണക്കാക്കുമ്പോൾ ഈ ശനിയാഴ്ചയ്ക്ക് ഒരു പേരുണ്ട്. എന്താണത്? ലാസറിന്റെ ശനിയാഴ്ച എന്നാണ് ഇത് പറയുന്നത്. ഓശാനയുടെ തലേ ശനിയാഴ്ചയ്ക്കുള്ള പേര് ലാസറിന്റെ ശനിയാഴ്ച എന്നാണ്. Why it is called the Saturday of Lazarus? ലാസറിനെ ഉയർപ്പിച്ച സംഭവം ഇന്ന് അനുസ്മരിക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഇത് ലാസറിന്റെ ശനിയാഴ്ച എന്ന് പറയുന്നത്. ലാസറിനെ ഉയർപ്പിച്ചത് ഒരു ശനിയാഴ്ചയൊന്നുമല്ല, അതേത് ദിവസമാണ് നിശ്ചയമില്ല. എന്നാൽ ഈ ശനിയാഴ്ച അത് ഓർക്കുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട്. ഒന്നാമത്തെ സംഗതി, കർത്താവിന്റെ വലിയ നോമ്പ് നാം ആ വിധത്തിൽ കർത്താവ് ആചരിച്ചതായ നോമ്പ് തന്നെ നാം ആചരിക്കുകയായിരുന്നു. ഈ നോമ്പിൽ ഓരോ ഞായറാഴ്ചയും നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓരോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്, സർവ്വാദിയെ സൗഖ്യമാക്കിയത്, കൂലിയായ സ്ത്രീയെ സൗഖ്യമാക്കിയത്, കുരുടനെ സൗഖ്യമാക്കിയത്, ഇങ്ങനെ കർത്താവിന്റെ ആ ഹീലിംഗ് പ്രോസസ് അതതിന്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. അവസാനമായിട്ട് ചെയ്തത് അവിടുന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. According to the Gospel of St. John, this is the last miracle which our Lord performed before his passion. ഈ ഒരു മിറക്കിൾ, അത് ഏഴാമത്തെ 7 മിറക്കിൾസ് ആണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. അത് ഏഴാമത്തേതാണ് ഇത്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ടേണിംഗ് ദ വാട്ടർ ഇൻടു വൈൻ, അതിൽ നിന്ന് ഫ്രം മെറ്റീരിയൽ തിങ്സ്, then coming to the living beings, human beings,
and then finally, and as a climax, raising the Lazarus. അതാണ് ആ ഒരു പരമ്പരയുടെ തുടർച്ചയുടെ പരമകാഷ്ഠയിൽ എത്തുവാൻ തക്കവണ്ണമാണ് ഈ സംഭവം ഓർക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. കർത്താവിന്റെ കഷ്ടാനുഭവത്തിലേക്ക് വഴിതെളിച്ചത് ഈ സംഭവമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നാം അവിടെ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വേഴ്സ് 47, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യുന്നു? ഈ മനുഷ്യന് വളരെ അടയാളങ്ങൾ ചെയ്യുന്നു, അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനെ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു എന്ന്. The plot against Christ was hatched after raising of Lazarus. അപ്പോൾ ലാസറിന്റെ ഉയർപ്പാണ് കർത്താവിന്റെ കഷ്ടാനുഭവത്തിലേക്ക് നയിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. തനിക്കെതിരായി നീങ്ങുവാൻ അവർക്ക് വേണ്ടിയിരിക്കുന്ന ഉത്തേജന കൊടുത്തത് ഈ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് കഷ്ടാനുഭവത്തിൽ തൊട്ട് തലേ ദിവസം അത് നാം ഈ സംഭവം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം ആ സംഭവത്തിലേക്കാണ് ശ്രദ്ധ പതിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. Those who have the Bible can turn to the text, St. John chapter 11. വിശദമായി അവിടെ പ്രതിപാദിക്കുന്നത് ഈ സംഭവമാണ്, ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. അതിലേക്ക് നാം വരുന്ന അവസരത്തിൽ ഓർക്കുവാനായിട്ടുള്ളത് ഈ കുടുംബത്തെ പറ്റി, ലാസറിന്റെ കുടുംബത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. I would say that is the most blessed family referred to in the New Testament. പുതിയ നിയമത്തിൽ ഇത്രയും ധന്യമായ ഒരു കുടുംബം വേറെ ഇല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം 4 സുവിശേഷങ്ങളിലും ഈ കുടുംബത്തെ പറ്റി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അക്കുപറ്റി ഞാൻ പറയാം. ഒന്ന്, it has referred to all in the 4 Gospels. അങ്ങനെ മറ്റൊരു കുടുംബവും വേദപുസ്തകത്തിലില്ല. 2, ഈ കുടുംബത്തെ പറ്റിയാണ് ഏറ്റവും ദീർഘമായി പ്രതിപാദിച്ചിട്ടുള്ളത്. 68 verses are reserved for the explanation or referring to this family. ആ കുടുംബത്തെ പറ്റി പരാമർശിക്കുന്നതിന് 68 വാക്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയ നിയമത്തിൽ. അത്രമാത്രം വിശദമായിട്ട്. അതുമാത്രവുമല്ല, ഈ കുടുംബമാണ് കർത്താവിന് ആതിഥ്യം കൊടുത്ത ഏറ്റവും വിശിഷ്ടമായ ഒരു കുടുംബം. നാം അതേപറ്റിയാണ് ഓർക്കുവാനായിട്ടുള്ളത്. സോ ഈ കുടുംബം എന്തുകൊണ്ട് ധന്യമായ ഒരു കുടുംബമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ബിക്കോസ് that was the family in which our Lord came and stayed there and he loved all the members. അതാ പറയുന്നത്, അവൻ മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. ചാപ്റ്റർ 11 verse 5. മറ്റൊരിടത്തും അതുപോലെ പറയുന്നില്ല. He loved every one of the members, every member of the family loved by our Lord. കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമായിട്ടാണ് നമുക്ക് കാണാമാവുന്നത്. മാത്രമാണോ? അല്ല, കർത്താവിന് ഹോസ്പിറ്റാലിറ്റി നൽകിയ കുടുംബമാണത്. Whenever he came down from Galilee, you know Galilee is up in the north of Palestine, and Judea, the capital of which is Jerusalem, is in the south. Whenever Jesus came from the north, from Galilee to Jerusalem, he had no other place to stay on. There were many religious people there, religious leaders, scholars, and also well-to-do people, but he never stayed with any one of them. He went and stayed in the house of Bethany. Bethany എന്നുള്ള വാക്കിൽ നിന്നാണ് ബേഥാനിയ. രണ്ടൊരു വാക്കാണ്. The meaning of the word house of response. Bethany എന്നുള്ള വാക്കിന്റെ അർത്ഥം house of response, ഉത്തരം നൽകുന്ന ഭവനം എന്നാണ്. ആ ഭവനത്തിലാണ് കർത്താവ് പോയത്. ഓശാന ഞായറാഴ്ചത്തെ സംഭവം നാളെ നാം അനുസ്മരിക്കുന്നുണ്ട്. ആ ഞായറാഴ്ച ദൈവാലയത്തിലേക്ക് കർത്താവ് ചെന്നിട്ട് അവിടെ ഒരു വലിയ ക്ലെൻസിങ്, the temple was done
and there was an action which was really threatening to the religious hierarchy. അങ്ങനെയുള്ള ആൾക്ക് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി? അന്ന് വൈകിട്ട് ഇവന്റ് ബെഥനിയിലേക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. യെരുശലേമിലല്ല താമസിച്ചത്. യെരുശലേമിന് നേരെ കിഴക്ക് വശത്താണ് ഒലിവുമല എന്ന് പറയുന്നത്. I had the good fortune to spend 1 year in Jerusalem and do my research studies. അതുകൊണ്ട് ഈ സ്ഥലമെല്ലാം നേരിട്ട് പോയി കാണുന്നതിനും അതിനെപ്പറ്റിയൊക്കെ ഗവേഷണം നടത്തുന്നതിനും പുസ്തകം എഴുതുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ആദ്യകാലത്ത് എഴുതിയൊരു പുസ്തകമാണ് വിശുദ്ധ നാട്ടിൽ എന്ന് പറയുന്നൊരു പുസ്തകം, which has passed through several editions. ആ ഒലിവുമലയുടെ കിഴക്കേ ഭാഗത്ത് കിഴക്കേ ചെരുവിലുള്ള ഒരു the eastern slope of the Mount of Olives is the village called Bethany. അതിന് ഇന്നത്തെ പേര് ബെഥനി എന്നല്ല, അൽ ലാസറിയോൺ എന്നാണ് അറബികൾ ആ സ്ഥലത്ത് ഇന്ന് വിളിക്കുന്നത്. ലാസറിന്റെ സ്ഥലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് യെരുശലേമിൽ നിന്ന് he returned to the house of Bethany and stayed there overnight. പിന്നെ തിങ്കളാഴ്ച he came to the temple and he was teaching there in the temple Monday, Tuesday, Wednesday. He was still teaching in the temple every day. അവിടെ ആ സമയത്താണ് കർത്താവിന്റെ പ്രബോധനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 23, 24, 25 ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ദൈവാലയത്തിൽ വെച്ച് നടത്തിയ പ്രബോധനങ്ങളാണ്. അത് ഈ ദിവസങ്ങളിലാണ്. ഏത് ദിവസങ്ങൾ? ഓശാന കഴിഞ്ഞ് പെസഹ വരെയുള്ള 2-3 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെല്ലാം അവിടുന്ന് താമസിച്ചതെവിടെ? ബേഥാന്യായി. എത്ര ധന്യമായ ഒരു ഭവനമാണ് നിങ്ങൾ ഓർത്തു നോക്കുക. കർത്താവിന്റെ സാന്നിധ്യം. അതിനു മുമ്പ് നാം വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് യാത്ര പോകുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. ഒരു ഗ്രാമമെന്നേ പറയുന്നുള്ളൂ. Luke doesn't mention the name of the village, but that was the village of Bethany. അവിടെ കർത്താവിനെ സ്വീകരിക്കുവാൻ 2 സഹോദരികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരാൾ മാർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യത്തോടെ ബന്ധപ്പെട്ട് നടക്കുന്നു. മറ്റേയാൾ seated at the feet of Jesus and listening to the enchanting words of Christ. കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറിയാം. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ആ ഭവനത്തിൽ കർത്താവ് അന്നും അവിടെ നല്ല സ്റ്റഡി ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ഭവനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെയും സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പരാമർശിച്ചത്. വേദപുസ്തകത്തിൽ ഇത്രയും ധന്യതയാർന്ന, ഇത്രയും ഭാഗ്യം കൈവന്ന മറ്റൊരു കുടുംബവും ഇല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ബിക്കോസ് ഇറ്റ് വാസ് എ ഹൗസ് in which Christ had went and stayed there and blessed every member. And not only that, he loved everyone. മാർത്തയും മറിയയും സഹോദരി ലാസറിനെയും സ്നേഹിച്ചു എന്ന് എടുത്തു പറയത്തക്കവണ്ണമുള്ള ആ ഒരു ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്ത് കുറെ നമുക്ക് നേടി, സുഖ സൗകര്യങ്ങൾ നമുക്കൊക്കെ വരുത്തി എന്നുള്ളതിലാണോ? നമുക്കറിയാം, അല്ല. പിന്നെന്താണ്? ക്രിസ്തു സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം അവിടെ വരുന്നതിലാണ് നമ്മൾ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. എ ക്രിസ്ത്യൻ ഹോം ഈസ് വൺ ഇൻ വിച്ച് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. അതവിടെ നമുക്ക് അനുഭവപ്പെടുവാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ അല്ലാത്തത് മറ്റൊന്നും ഒരു ക്രിസ്ത്യ ഭവനമെന്ന് നമുക്ക് പറയാൻ അവകാശപ്പെടുവാൻ സാധ്യമല്ല. സംടൈംസ് യു മേ റൈറ്റ് ഓൺ ദി, നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കും, ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ക്രൈസ്റ്റ് ഈസ് ദി ഹോസ്റ്റ് ഓഫ് ദിസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെക്കാറുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ ചൈതന്യം പലപ്പോഴും ആ ഭവനത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാറുണ്ട്, പ്രാർത്ഥനയില്ലാത്ത ഭവനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ പിതാക്കന്മാര് അക്കാര്യത്തിൽ പ്രാർത്ഥന നിശ്ചയിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നീങ്ങി പോകുന്നു, ഇവിടെ വന്നു,
ഇവിടെ വന്ന് ജോലിയായി, സൗകര്യങ്ങളൊക്കെയായി. പ്രാർത്ഥന വല്ലപ്പോഴും നടന്നെങ്കിലായി, നടന്നില്ലെങ്കിലായി. എത്ര ഭവനങ്ങൾ ക്രമമായിട്ട് ഫാമിലി പ്രേയർ മോർണിംഗ് ആൻഡ് ഈവനിങ് നടത്തുവാൻ കഴിയുന്നുണ്ട്. ഞാൻ കഴിയുന്നു പൊക്കിക്കുന്നില്ല. നമ്മളൊന്ന് അന്വേഷിച്ച് നിങ്ങൾ തന്നെ ആത്മശോധന ചെയ്താൽ മതി. മറ്റൊന്ന്, സ്നേഹത്തിന്റെ വ്യാപരിക്കാത്ത ഒരു ഭവനത്തിൽ പരസ്പരം പൊരുത്തിക്കൊണ്ടിരിക്കുന്ന, പരസ്പരം ആരോപണം നടത്തുകയും അതുപോലെ തന്നെ വൈരാഗ്യത്തോടും അകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾ, അവിടെ എങ്ങനെയാ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്? അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. അതുപോലെ തന്നെ മാമോനെ ഉപാസിക്കുന്ന കുടുംബങ്ങൾ, അത് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, പണം പണം മാത്രം. അത് ഓവർടേക്ക് ചെയ്തായിരുന്നാലും വേണ്ടില്ല, മറ്റെന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ പ്രയോഗിച്ചായിരുന്നാലും വേണ്ടില്ല, എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മാമോനെ ഉപാസിക്കുന്ന ഒരു ഭവനത്തിൽ ക്രിസ്തു എങ്ങനെ ഉണ്ടാവുക? അത് പോകട്ടെ, അവർക്ക് പ്രത്യേകിച്ചുമായ ഉൾത്തളത്തിൽ ബാർ സൂക്ഷിക്കുകയും അതിൽ നിന്ന് വേണ്ടിയിരിക്കുന്നതിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഭവനത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്? ബേഥാന്യയിലെ ഭവനം ഭാഗ്യമായി തീർന്നത്, അനുഗ്രഹപൂർണമായി തീർന്നത് only because of the presence of Christ in that house, only because Christ was their great host, guest. And not only that, it was at his feet that they learned many things. ആ ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് ആ ഭവനത്തെ ധന്യമാക്കി തീർത്തത്. നമ്മൾ പലരും അഭിമാനിച്ച് ഞങ്ങൾ പകലോമറ്റൻ കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ പൂക്കോയിക്കൽ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഏത് പേര് പറഞ്ഞാലും ഒരർത്ഥവുമില്ല. അൺലെസ് ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങളുടെ ഭവനം എങ്ങനെ പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ക്രിസ്തുവിനോടുള്ള ബന്ധം പുലർത്തുവാൻ കഴിയുന്നു എങ്കിൽ നിങ്ങളുടെ ഭവനം ഭാഗ്യമുള്ളത്. വലിയ ശമ്പളം കാണുകയില്ല, മറ്റു വലിയ വരുമാന കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ക്രിസ്തു സാന്നിധ്യം അനുഭവപ്പെടുന്ന, അത് വരുത്തുവാൻ തക്കവണ്ണം ഉത്സാഹിക്കുന്ന കുടുംബം എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആദ്യമായി ആത്മശോധന ചെയ്യുവാനായിട്ടുള്ള ഒന്ന്, where do I stand in my family life in relation to Christ? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എന്റെ കുടുംബം എങ്ങനെയായിരിക്കുന്നു എന്ന് ആദ്യമേ നമുക്ക് ആത്മശോധന ചെയ്യാം. കുറവ് വന്നിട്ടുള്ളത് നികത്തുവാനും പരിഹരിക്കുവാനുമുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ ഈ കഷ്ടാനുഭവ ആഴ്ചയും ഈ അനുഷ്ഠാനങ്ങളുടെയൊക്കെ അടിസ്ഥാനം, അതിൻ്റെയൊക്കെ ലക്ഷ്യം അതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത് ഒരു ചിന്ത എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, കർത്താവ് സ്നേഹിച്ച കുടുംബം, കർത്താവ് അവിടെ വളരെ താമസിക്കുകയും അവരോട് വളരെ അധികമായി ബന്ധപ്പെടുത്തുകയും ചെയ്ത കുടുംബം. പക്ഷേ ആ കുടുംബത്തിലുമുണ്ട് രോഗം. അപ്പോഴാണ് സഹോദരികൾ അറിയിക്കുന്നത്, നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു. ലാസറിനെ സംബന്ധിച്ച് കർത്താവിനെ അറിയിച്ചു, രോഗമാണ്. രോഗം മാത്രമാണോ? പിന്നെന്താ സംഭവിച്ചത്? മരണമാണ്. രോഗവും മരണവും, calamity in the family. How could it occur? A family loved by Christ, a family in which Christ abides. How could there be illness? How could there be such tragedies? ആ മരണവും ദുഃഖവും ഒക്കെ ഉണ്ടാകാമോ? ഇത് നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് സ്നേഹിക്കുന്ന കുടുംബത്തിൽ, കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവിനോട് ബന്ധം പുലർത്തുന്ന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാമോ? പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറുള്ളതുമാണ്. ആ കുടുംബത്തിൽ എന്താ ഇങ്ങനെ വന്നത്? അവർ നന്നായിട്ടൊക്കെ ജീവിക്കുന്ന കുടുംബമാണല്ലോ. ആ വ്യക്തിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അയാൾ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ശുഷ്കാന്തിയും നിഷ്ഠയും ആ കാര്യങ്ങളിലൊക്കെ വളരെ ഉത്സാഹവും ഒക്കെ പുലർത്തിയിട്ടുള്ള ഒരാളാണ്. Why this calamity occurs to him? ഈ ദുരന്തം എന്തുകൊണ്ട് അയാൾക്ക് വന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ എന്നെ തന്നെ അലട്ടിയ പ്രശ്നമാണ്. ഏതാണ്ട് 13 വയസ്സുള്ളപ്പോൾ മുതൽ സുവിശേഷ വൃത്തിയൊക്കെ പ്രവർത്തനങ്ങൾക്ക് താല്പര്യം മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷമ്മാസിലായിരുന്നു ചുമ്പില് സുവിശേഷ പ്രസംഗത്തിന് ഈ ഇച്ചിമാനിയുടെ വീട്ടിൽ പോയിട്ടുള്ളൊക്കെ ഓർക്കുന്നു. ഇച്ചിമാനി അന്ന് കേവലം ഒരു ടീനേജറാണ്,
അന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പോലും വിവാഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ സുവിശേഷം തൽപരനായിരുന്നു. എന്നെയും എം വി ജോർജ് അച്ഛനെയും ജോർജ് ഷമ്മാശൻ, അന്ന് ഷമ്മാശന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും, എം വി ജോർജ് ഷമ്മാശനും ഞാനും. ഞങ്ങൾ അവിടെ കുന്നംകുളത്ത് അവിടെ സുവിശേഷത്തിൽ പോയി പ്രവർത്തിക്കാൻ അന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് അദ്ദേഹം ഉസ്താദ് തിരുമേനിയായിരുന്നു. ഞാൻ സൂചിപ്പിച്ച അന്ന് മുതലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തുടരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നാവിനാണ് ക്യാൻസർ വന്നത്. സ്വർണ്ണ നാവുകാരന്റെ മറ്റു വിശേഷിപ്പിക്കും ഞാൻ പറയുന്നത് തെറ്റ്, ഇത് ക്യാൻസർ നാവുകാരനാണ് ഞാൻ എന്ന് ഞാൻ തിരുത്താറുണ്ട്. എന്തുകൊണ്ട് വൈ ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ടു മീ എന്നാണ് ആൾക്കാർക്ക് ചിന്തിക്കാവുന്നതാണ് എന്ന് തന്നെയുമല്ല വിചിത്രമാകുന്നു കൂടി ഞാൻ പറയാം. മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം 22 വർഷമായി എഴുതുന്നു. ഈ സംഭവം നാക്കിൽ ക്യാൻസർ ഉണ്ടാകുന്ന 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എഴുതിയ ഒരു ചിന്താവിഷയമുണ്ട്. നാവ് മൂർച്ചയേറിയ വാൾ, അതായിരുന്നു അന്നത്തെ വിഷയം. നാവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നന്മ ചെയ്യാം തിന്മ ചെയ്യാം എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമായിരുന്നു ഇന്നത്തെ ചിന്താവിഷയത്തിൽ അന്ന് എഴുതിയത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നാക്കിന് ക്യാൻസർ ഉണ്ടായത്. അത് സംഭവിച്ചു. അന്ന് പലരും ആശങ്കപ്പെട്ടു. അത് ചികിത്സയൊക്കെ ചെയ്തു പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വൈദ്യശാസ്ത്രത്തിൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെയും രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്തുകൊണ്ടാണ് ഇതിന് സംഭവിക്കുന്നത്? ഈ ആളിന്റെ കുഴപ്പം കൊണ്ടാണ്, ഈ ആളിന്റെ ആത്മീയ നിഗളം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഓർക്കുവാനുള്ളത്. Then a great tragedy occurred to me. My wife died in an accident. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ കുടുംബത്തില് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും വരാമോ? ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ അത് ദൈവം എന്തുകൊണ്ട് തടയുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാമാവുന്നതാണ്. എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, എന്നെക്കാളും മറ്റാരെക്കാളും ധന്യതയാർന്ന കുടുംബമായിരുന്നു ബഥാനിയായിലെ കുടുംബം. കർത്താവ് സ്നേഹിച്ച ലാസർ അയാൾ രോഗിയായി. ആ 2 സഹോദരികളെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ പാസ്ഡവേ ലാസർ കടന്നുപോയത്. ദുഃഖത്തിന് അവർക്ക് അവരുടെ കുടുംബത്തിന് ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് ദുരന്തങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഇല്ലാതെ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആണ് എന്നൊരു ചിന്ത നമ്മിലെ ഭരിക്കുവാൻ ഇടയാകുന്നത്. വാഴ്ത്തപ്പെട്ട അമ്മയുടെ അനുഭവം നിങ്ങൾ എടുക്കുക. കന്യാസ്ത്രീ അമ്മയേക്കാൾ പുണ്യം തികഞ്ഞ മറ്റൊരു സ്ത്രീ ലോകത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് അമ്മ തന്നെ പരിശുദ്ധാത്മ നിറവിൽ പറഞ്ഞതെന്താ? സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. From generation to generation she was praised as the most blessed lady. അങ്ങനെയുള്ള അമ്മയോട് എന്താ ശിമയോൻ പറഞ്ഞത്? ദൈവാലയത്തിൽ വെച്ച് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന്. Piercing through her heart, causing much pain and agony. അതല്ലേ വേദന. ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ താൻ വാത്സല്യത്തോടെ വളർത്തിയ തന്റെ ഓമനപുത്രന്റെ വിലാപ്പുറത്ത് ഈ കുന്തം കൊണ്ട് കുത്തി രക്തം ഒഴുകുന്നത്, 2 കരങ്ങളും കാലുകളും ആടുകളും തൂങ്ങിക്കിടക്കുന്നത്, ആ അമ്മയുടെ ഹൃദയം നൊമ്പരപ്പെട്ട് ചങ്ക് പൊട്ടുന്ന വേദനയല്ലേ ഉണ്ടാവുക? ഇതെന്തേ സംഭവിക്കുന്നത്? അമ്മ ഇത്രമാത്രം ഭാഗ്യവതിയായിട്ട് ഈ വേദന നിറഞ്ഞത് അമ്മയുടെ പേര് തന്നെ വ്യാകുല മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. Why it is so? Then another person said, Paul. കർത്താവ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആൾ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനാണ്. അതുകൊണ്ട് എന്റെ ലേഖനത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലന്റെ ഉദ്ധരണികൾ കടന്നുവരും. നിങ്ങൾ ഇന്നത്തെ ചിന്താവിഷയം വായിച്ചാൽ തന്നെ അറിയാം, എവിടെയെങ്കിലും പൗലോസിന്റെ ഒരു ഉദ്ധരണിയ നേരത്ത് മിക്കവാറും ഉണ്ടാകാതിരിക്കില്ല. ആ പൗലോസ് അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ച സമയത്ത് then and there he surrendered himself, devoted, committed himself to the task of spreading the gospel and establishing the churches all over the world
traveling by sea and by land. ഏതെല്ലാം അപകടത്തിൽപ്പെട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച അപ്പോസ്തലന് he had a physical malady. അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു രോഗം. അതിനെപ്പറ്റി പറയുന്നത് there is a thorn in my flesh. എന്റെ ജനത്തിൽ ഒരു ശൂലമുണ്ട്, ഒരു മുള്ളുണ്ട്. അത് സാധാരണ എടുത്ത് എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. It causes much pain and much agony to him. അതുകൊണ്ട് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു മാറിക്കിട്ടാൻ. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എഴുതിയിരിക്കുന്നത് ഓർക്കുമാരെങ്കിൽ 3 times he prayed that ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാറ്റി കൊടുക്കേണ്ടതല്ലേ? ആ രോഗം ഒന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ ആ രോഗം എന്തായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടില്ല. അത് പിന്നെ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ചോദിച്ചറിയാം എന്തുവായിരുന്നു അങ്ങയുടെ രോഗം എന്നുള്ളത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനകത്ത് എപ്പിലെപ്സി ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ചിലരുടെ വിചാരത്തിൽ അദ്ദേഹത്തിന് മലേറിയ ആയിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. മറ്റു ചിലരുടെ പറയുന്നത് അദ്ദേഹത്തിന് കാഴ്ചയുടെ പ്രശ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 3 ദിവസം അന്ധനായിരുന്നല്ലോ, അതുകൊണ്ട് അതാണെന്ന് പറയുന്നു. എന്തോ അത് നിശ്ചയമില്ല. One thing is sure, it was some physical malady. ജഡത്തിന്റെ ഉള്ള ഏതോ ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് മാറ്റി കിട്ടുവാനായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വാസത്തോടെ 3 വർഷം പ്രാർത്ഥിച്ചു. അത് മാറ്റി കൊടുത്തില്ലല്ലോ. ഇതെന്താ പറഞ്ഞു ഉത്തരം കിട്ടിയത്? My grace is sufficient unto thee. എന്റെ കൃപ നിനക്ക് മതി. എന്നെ ബലപ്പെടുത്തുന്ന വലിയ വാക്യമാണത്. My grace is sufficient unto thee. എന്റെ കൃപ നിനക്ക് മതി. അത് എന്റെ ശക്തി ബലഹീനതയിൽ കവിഞ്ഞു വരുന്നതാണ്. നിന്റെ ബലഹീനതയൊക്കെ സൂപ്പർസീഡ് ചെയ്യുവാൻ തക്കവണ്ണം, അതിനെയൊക്കെ സർപ്പാസ് ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് എന്റെ കൃപ. അത് മതി എന്നാ പറയുന്നത്. എന്റെ ശക്തി ബലഹീനതയൊക്കെയും അതിജീവിക്കുന്നതാണ്. അതുകൊണ്ട് പൗലോസ് അതുകൊണ്ടൊന്നും അത് പ്രയാസപ്പെടുന്നില്ല. He carried on his work without any more grumbling, without any complaining. Why this has happened to me? After all, I am one who has committed myself to the task of Christ, and yet why this has happened to me? എന്ന് ചോദിക്കുന്നില്ല. കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്തുകൊണ്ട് വന്നു? ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ എനിക്കില്ലാത്തത് കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുറുമുറുക്കുവാനായിട്ടല്ല. അപ്പോസ്തലന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം സകലത്തെയും നന്മയ്ക്കായിട്ട് വരുത്തി തീർക്കും, സംശയമൊന്നുമില്ല. ഇപ്പോഴത് ട്രാജഡിയായിട്ട് നമുക്ക് തോന്നാം, ഇപ്പൊ നമുക്കത് ദുസ്സഹമായി തോന്നാം. But in the divine plan, in the economy of God, He can transform tragedy into something very helpful and a source of blessing for you. അത് മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് നാം ഇവിടെ പ്രത്യേകിച്ചും ഓർക്കുവാനായിട്ടുള്ള വസ്തുതയാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നോർത്തുകൊണ്ട് ജീവിതത്തിന്റെ ദുരന്തങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അത് സന്തോഷത്തോടെ കർത്താവേ നീ അറിയുന്നു, അവിടുന്ന് അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല, ഓൾ ഫോർ ദ ഗുഡ്, അതാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക നാം ചെയ്യേണ്ടത്. പക്ഷേ കർത്താവ് തന്നെ പറയുന്ന മറ്റൊരു വാക്യം കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ്. The pruning process is done. Why? ഞാൻ കണ്ടിട്ടുണ്ട് മുന്തിരിത്തോട്ടത്തില് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരിച്ചെടികളാണ്. അതാണ് വന്നിട്ട് തോട്ടക്കാരൻ എല്ലാം കണ്ടിച്ച് അത് ശിഖരങ്ങളെല്ലാം ചെത്തി മാറ്റിക്കളയുന്നത്.
എന്ത് മണ്ടത്തരമാ ഇതിന്റെ ഈ കൊമ്പുകളൊക്കെ വെട്ടിക്കളയുന്നത് നമുക്ക് തോന്നാം. ബട്ട് യു നോ, ആ തോട്ടക്കാരൻ അറിയാം അതിന്റെ പ്രയോജനം എന്തെന്ന്. അധികം ഫലം കായ്ക്കണം എങ്കിൽ ദിസ് റൂളിംഗ് പ്രോസസ് ഇസ് ഇന്നെവിറ്റബിൾ, അത് ആവശ്യമാണ്. ഒരു പക്ഷെ ഇത്രയും രോഗങ്ങൾ എനിക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്നത്തെ എത്തുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനുഭവത്തിലേക്ക് വരുത്തുവാൻ ദൈവം പലതും നമുക്ക് തരും. അതിലൊക്കെ നന്മയിലേക്ക് വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ എഴുതിയൊരു ചിന്താവിഷയമാണ് പക്ഷം പറപ്പിക്കുന്നതിനെ പറ്റി. Flying the kite, the children are very fond of it, especially in the North India. Even the elderly people, they enter into competition for flying the kites. Have you seen that? Flying the kite, young kids. അത് ഈ പത്രത്തിൽ നിന്ന് ചിന്തിക്കാൻ കഴിയും. നിങ്ങൾ സങ്കല്പിക്കുക. സപ്പോസ് ദി കൈറ്റ് ക്യാൻ തിങ്ക്. അതെന്തായിരിക്കാം ചിന്തിക്കുന്നത്? ഞാനങ്ങനെ പറന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് താഴോട്ട് പിടിച്ച് ഇങ്ങോട്ടൊന്ന് വലിക്കുന്നു. താഴെ നിൽക്കുന്ന പയ്യൻ എന്തൊരു ശല്യമാണ്. ഞാൻ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് അവൻ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. ഒരിക്കലും ഇറ്റ് ഡസന്റ് അലൗ മീ ടു ഫ്ലൈ ആസ് ഐ ലൈക്ക്. പറന്ന് ഉയർന്നു പോകുവാൻ സമ്മതിക്കാതെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു ശല്യമാണിത്. ഇതായിരിക്കും അത് ചിന്തിക്കാവുന്നത്. എന്നാൽ ആ പുള്ളിങ്ങൊന്ന് വിട്ടിട്ട്, ആ പിടിക്കാൻ വലിക്കുന്നതൊന്ന് വിട്ടിട്ട് സ്വതന്ത്രമായിട്ടൊക്കെ പറന്നു പോകുവാൻ അനുവദിച്ചാൽ എന്താ സംഭവിക്കുക? എവിടെങ്കിലും കാടുകുഴി പോയി ചെന്ന് വീഴും. പിന്നെ പറക്കെ അവിടെ നിൽക്കുകയുള്ളൂ. പറന്ന് ഉയർന്നു നിൽക്കുവാൻ ഈ പറയുന്ന ഈ പിടിച്ചു വലിക്കുന്ന ആ ഒരു പ്രോസസ് ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചിലപ്പോഴൊക്കെ ഇങ്ങനെ തരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് മറ്റൊന്നിനുമല്ല. ആത്മീയമായി പറന്നുയർന്നു നിൽക്കുവാൻ ദൈവത്തിന്റെ കരങ്ങൾ അവിടുത്തെ അറിയാം. അതെങ്ങനെയൊക്കെയാ വേണ്ടത്, ഏതെല്ലാം അവസരത്തിലാ വേണ്ടത്. He knows what is good for you. നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് വരുത്തുവാൻ കഴിയും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. 2 കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് ഫാമിലി. അനുഗ്രഹീതമായ ഒരു കുടുംബം. നമ്മുടെ കുടുംബവും അതായിത്തീരട്ടെ, ക്രിസ്തു സാന്നിധ്യം കൊണ്ട്, ക്രിസ്തുവിനോട് ബന്ധം പുലർത്തിക്കൊണ്ട്. 2, അങ്ങനെയുള്ള കുടുംബമായിരുന്നാലും എന്ത് സംഭവിക്കാം? ദുരന്തങ്ങൾ വന്ന് സംഭവിക്കാം. ട്രാജഡീസ് കുഡ് ഹാപ്പൻ. അത് തന്നെയാണ് അവിടെ ഉണ്ടായ രോഗവും തുടർന്ന് മരണവും ഉണ്ടായി. വാട്ട് എ ഗ്രേറ്റ് ട്രാജഡി ക്യാൻ ഹാപ്പൻ. ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഈ വേദാനിയായ ഭവനം ഒന്ന് ഓർക്കുക. അവിടെ ദൈവത്തിന്റെ നന്മ അവിടെ പ്രവർത്തിക്കുവാൻ കഴിയും. മൂന്നാമതൊരു ചിന്ത, ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. What should we do in such a situation when we are faced with such tragic situation? അതുപോലെ നമുക്ക് പ്രയാസമുള്ള സാഹചര്യങ്ങളെ നേരിടത്തക്ക ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ what we should do. ഇവിടെ എഴുതിയിരിക്കുന്നു, അവിടെ പറയുന്നത് നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി കർത്താവിനെ അവർ ശരണപ്പെടുകയാണ്. കർത്താവിന്റെ അടുക്കൽ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല അവർ ചെയ്തത്. With earnest hope they approached the Lord. They sent a message to him. അതാണ് അവരവിടെ ചെയ്യുന്നതായി നമുക്ക് കാണുന്നത്. പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ പ്രശ്നം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചാട്ടെ. മറ്റൊന്നും ചോദ്യം ചെയ്യുവാനല്ല, മറ്റൊന്നിനെ പറ്റി കൂടുതൽ വിചാരപ്പെട്ട ആകുലപ്പെടുവാനല്ല. In prayer, let us submit our problem before the Lord. And there you will get an answer. There you will get a solution for your problem. അതുകൊണ്ടാണ് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തില് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Not to be anxious about anything at all. ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. Let your request be made known to God with thanksgiving, with praise.
സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം അറിയിക്കുക. അത് നമുക്ക് ചെയ്യാവുന്നത്. പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയും ജീവിതത്തിന്റെ ദുരന്തങ്ങളെയും നമുക്ക് നേരിടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് അനുഭവത്തിൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. 107 സങ്കീർത്തനം നിങ്ങളത് വായിച്ചു നോക്കണം. മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഒരു വലിയ ട്രാജഡി ആയിത്തീർന്ന ഒരു ആൾക്ക്, ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ ഏകപുത്രി മരിച്ചു. അവർ വേദപുസ്തകം വായിക്കുന്ന കൂട്ടത്തിൽ ആയിരുന്നില്ല. ഒരു വേദപുസ്തകം മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, പക്ഷെ വായിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ നിന്നൊക്കെ എങ്ങനെയോ കിട്ടി വരണമാണ്. അപ്പോഴാ ഏകപുത്രി ട്രാജിക്കായിട്ടും കാലപകടത്തിൽ മരിച്ചു. ആകപ്പാട് ഇടിവെച്ച പോലെയായി. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീയാണ്. പിന്നെ ആകെ ആശ്രയമുള്ളത് അവര് അന്ന് എന്തോ തോന്നി, വേദപുസ്തകം എടുത്ത് മറിച്ചു നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ ചെന്ന് ഉടക്കിയത് നടുക്ക ഉള്ള സങ്കീർത്തനത്തിലാണ്. 107 സങ്കീർത്തനം, Psalm 107. ആ സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു വാക്യം ആവർത്തിച്ച് പറയും. ജസ്റ്റ് ലൈക്ക് എ കോറസ് in the song, in a song. It is being repeated again and again. 4 times it is repeated. എന്താണ് ആ വാക്യം? 107 സങ്കീർത്തനം 6 വാക്യം, 13 വാക്യം, 19, 28. അവിടെ എല്ലാം പറയുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവരവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. I repeat that verse. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. അവരുടെ കഷ്ടതയിൽ ഞെരുക്കത്തിൽ, in their time of crisis, they turned to the Lord. They raised their voice and prayed to the Lord. കർത്താവിനോട് അവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന്. ഇത് 4 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞു. ആ സ്ത്രീക്ക് ഒരു വലിയ റെവലേഷനായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുന്നുവെങ്കിൽ അവരവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവൾ വലിയ ആശ്വാസം പ്രാർത്ഥിക്കാൻ അവൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം എനിക്ക് കിട്ടി. That through prayer you can find consolation, you can find the answer to your problems എന്നെനിക്ക് വെളിവായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, I quote a verse on prayer. Prayer provides power. എല്ലാം പീസ് തുടങ്ങുന്ന വാക്കുകളാണ്. Prayer provides power, poise, peace and purpose. എന്തൊക്കെയാ പ്രാർത്ഥന നൽകുന്നത്? Prayer provides power, poise, peace and purpose. ഇതൊക്കെയുമാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയട്ടെ. യു ക്യാൻ ഗെറ്റ് യുവർ ആൻസേഴ്സ്. അത് ഉടനെ ആയിരിക്കില്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടായിരിക്കാം. Let us trace what has happened to the family of Bethany. ആ കുടുംബത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവിനെ അറിയിച്ചു, കർത്താവ് ഉടനെ എത്തുമെന്ന് വിചാരിച്ചു. വന്നില്ലെങ്കിലും ദൂരെ നിന്ന് രോഗം സൗഖ്യം വരുത്തുവാൻ കർത്താവിന് കഴിയും. ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും അസ്തമിച്ചു, മരിച്ചു. 24 മണിക്കൂറിനകം burial should take place within 24 hours. Otherwise decomposition will take place and that they will never allow. അതുകൊണ്ട് ഉടനെ അടക്കുകയും ചെയ്തു. എന്നിട്ടും കർത്താവ് വന്നില്ല. The sisters were thoroughly disappointed. It was then, അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് അവിടേക്ക് 3 ദിവസം കഴിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ മാർത്തയാണ് ആദ്യം കാണുന്നത്. She is the one who is running about, who is always active. ആ മാർത്ത കണ്ടിട്ട് കർത്താവിനെ കണ്ട് പാദത്തിൽ വീണിട്ട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ കർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് നമുക്ക് അവിടെ കേൾക്കാവുന്നതാണ്. കർത്താവ് അവളോട് ആ സമയത്ത് പറയുന്നത്,
ഇപ്രകാരമാണ്: കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിലും അവൻ സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശു അവന്റെ മരണത്തെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് ഉറക്കം മാത്രമാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന പ്രത്യാശയുടെ ചിന്തകൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നീടാണ് അവൾ ഓടിച്ചെന്ന് മറിയോട് പറയുന്നത്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന്. മറിയ വേഗത്തിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നവൾ, ആ ദുഃഖത്തിന്റെ വ്യാകുലത്തിന്റെ ആധിയിൽ കഴിഞ്ഞിരുന്നവൻ ഗുരു വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പ്രത്യാശ നിറഞ്ഞ മുഖത്തോടെ താഴ്ന്നെടുക്കരുന്നു. അവർ കാൽക്കൽ വീട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, ആവരാതിമാകില്ലാണ്. അത് കഴിഞ്ഞപ്പോഴാണ് യഹൂദന്മാർ കൂടെ വന്നവരും കരയുന്നു. കർത്താവിനെ പറ്റി അവർ എഴുതിയിരിക്കുന്നു, ഉള്ളം നൊന്ത് കരങ്ങി. കർത്താവ് എന്നെ വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാ പറയുന്നത്, എന്തിനാ തിരക്കുന്നത്? ഇത് ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസമായിരിക്കുന്നു. ചീഞ്ഞ് നാറിയിട്ടുള്ള അവസരമാണ്. യഹൂദന്മാരുടെ ഒരു സങ്കല്പം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഈ ശരീരത്തിൽ കയറുവാൻ പിന്നെയും ശ്രമിക്കും. കാരണം ശരീരത്തിൽ എവിടൊക്കെ പോയിട്ടുള്ളതാ, ഒന്നുകൂടി സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും ആത്മാവ് ശ്രമിക്കും. 1-ാം ദിവസം നോക്കി പറ്റില്ല, 2 ദിവസം നോക്കി എന്നിട്ടും പറ്റുന്നില്ല, 3-ാം ദിവസവും ആത്മാവ് ഈ ശരീരത്തിൽ കയറുവാൻ ശ്രമിക്കുമെന്നും 4-ാം ദിവസമാകുമ്പോൾ the soul, the spirit cannot recognize the body because it has decomposed. അത് ചീഞ്ഞ് നാറി. അപ്പൊ ഇത് ആരുടെ ശരീരമാണെന്ന് പോലും അറിയാതെ വരുമ്പോൾ the spirit will depart. അതുവരെ 3 ദിവസത്തേക്ക് ഈ ആത്മാവ് ആ കല്ലറയോട് അടുത്ത് ഒക്കെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം യഹൂദന്മാർക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ 3 ദിവസത്തേക്ക് പ്രത്യേകമായി കുർബാന അനുഷ്ഠിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഈ ഒരു പാരമ്പര്യം, യഹൂദ പാരമ്പര്യം കൂടി കിടപ്പുണ്ട്. പോകട്ടെ, ഞാൻ സൂചിപ്പിച്ചത് അപ്പോഴാണ് യാതൊരു തരക്കും ആശയ്ക്കും വകയില്ല, ആത്മാവിന് പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇനി എന്തിനാ തിരക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ യേശു ഉള്ളം നിന്ന് കരങ്ങി. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, എന്താ? യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഇവിടെ നാം കാണുന്നത് എങ്ങനെയുള്ളൊരു കർത്താവിനെയാണ്. ആ കർത്താവ് കരയുന്നവരോടുകൂടി കരയുന്നവൻ, നൊമ്പരപ്പെടുന്നവരോടുകൂടി നൊമ്പരപ്പെടുന്നവൻ. He is a God who is not far detached, far removed from our situation, but he comes to our own situation and he identifies with our experience. നമ്മോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വേദനയെ താൻ ഏറ്റെടുത്തുകൊണ്ട് നൊമ്പരത്തോടുകൂടി കരയുന്ന ഒരു കർത്താവ്. നിർവികാരനായിരിക്കുന്ന ഒരു ദൈവമല്ല, നിസ്സംഗനായിരിക്കുന്ന ദൈവമല്ല. നേരെ മറിച്ച് നമ്മെ, നമ്മുടെ വേദനകളെ നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ആ കർത്താവാണ് അവിടെ കരയുന്ന കർത്താവായിട്ട് നാം കാണുന്നത്. And the perfect humanity of Christ was manifested in that situation. അത് കഴിഞ്ഞിട്ടാണ് നാം പിന്നെ കാണുന്നത്, here is the very God of very God. സത്യദൈവമാണ്, ജീവന്റെ ഉടയവൻ അവിടെ നിൽക്കുന്നു. ആ ജീവന്റെ ഉടയവനായിരിക്കുന്ന കർത്താവ് ഇവിടെ പൂർണ്ണ മനുഷ്യനായിരുന്നു കരഞ്ഞ സമയത്ത്. എന്നാൽ പൂർണ്ണ ദൈവമായിട്ട് അടുത്ത നിമിഷത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. എന്താ പറയുന്നത്? ലാസറേ, പുറത്തേക്ക് വരിക എന്ന്. And there he commands as the Lord of life, ജീവന്റെ നായകനായിട്ടാണ് അവിടുന്നാണ് വിളിക്കുന്നത്, നീ പുറത്തേക്ക് വരിക എന്ന്. അപ്പോഴൊരു സംശയം തോന്നാം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാക്കൾ ഒന്നും അറിയുന്നില്ല, അബോധാവസ്ഥയിലേക്കാണ് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. വേദപുസ്തകത്തിൽ 3 വാക്യം കൊണ്ട് മരിച്ചവർ മൗനതയിലിരിക്കുന്നവരും എന്നൊരു വാക്യം ഉള്ളത് കൊണ്ട് ആ വാക്യത്തിന്റെ മറവിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്നില്ല, ആത്മാക്കൾക്ക് ഒരു പ്രജ്ഞയുമില്ല, അബോധമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ധരിച്ചു വെച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ അത് തിരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എങ്കിൽ കർത്താവ് കാണിച്ചത് വലിയ ഭോഷത്വമാണ്. എന്ത്? മരിച്ചു കിടക്കുന്നു